ത്തിന്റെ രൂക്ഷമായ ക്ഷാമം കണ്ടുകൊണ്ട് വെള്ളമിറക്കാൻ അധികാരം കൊടുക്കപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം അവിടെ തന്നെ എല്ലാ ദിവസവും വരുന്നുണ്ട്, പോകുന്നുണ്ട്. രൂക്ഷമായ ഈ വെള്ളക്ഷാമം കണ്ടിട്ട് സ്വയം എന്താക്കുന്നില്ല മീകായിൽ അലൈഹിസ്സലാം, സ്വന്തം അഭിപ്രായത്തിൽ മീകായിൽ അലൈഹിസ്സലാം അവിടെ വെള്ളമിറക്കാൻ തയ്യാറില്ല, ഒരുങ്ങുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഉസ്താദാകുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അതാ മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. ഓ മീകായില്, നിങ്ങൾ ഇവിടെ നമ്മളെ ക്ലാസ്സിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, നമ്മളത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആവശ്യമായി വരുമ്പോൾ വെള്ളമിറക്കാനുള്ള അധികാരം നിങ്ങളെ കയ്യിലല്ലേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ കായൽപ്പെട്ട പ്രദേശത്തുള്ള ഈ രൂക്ഷമായ വെള്ളക്ഷാമം കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പരിഹാരം കാണുന്നില്ല? അതുകൊണ്ട് മീകായില് നിങ്ങൾ പോയിട്ട് എന്ത് വേണം? ഈ കായൽപ്പെട്ട പ്രദേശത്തേക്ക് നല്ലൊരു വെള്ളം തരണം, നല്ലൊരു മഴ നിങ്ങൾ വർഷിപ്പിക്കണം. പ്രിയമുള്ളവരെ, ആരാണ് ആവശ്യപ്പെടുന്നത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാകുന്ന ഉസ്താദാണ് ആവശ്യപ്പെടുന്നത്. ആരോടാണ് മഴ ആവശ്യപ്പെടുന്നത്? ആരോടുമല്ല, മൂപ്പര് ദർസിൽ ഓതി പഠിക്കുന്ന മൂപ്പരെ മുത്തഅല്ലിമാകുന്ന മീകായിൽ അലൈഹിസ്സലാമിനോടാണ്. മുത്തഅല്ലിമിന്റെ ഹക്കെന്താ? ഒരു മുത്തഅല്ലിമിന്റെ ഹക്കെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉസ്താദിന് വല്ല ഖിദ്മത്തും ആവശ്യമായി വന്നാൽ ഖിദ്മത്തിന് ഉസ്താദ് ആവശ്യപ്പെടാൻ കാത്തു നിൽക്കരുത്. ഉസ്താദിന് വല്ല ഖിദ്മത്തും ആവശ്യമായി വന്നാൽ ഉസ്താദ് ആവശ്യപ്പെടാൻ കാത്തു നിൽക്കരുത്. സ്വയം മനസ്സറിഞ്ഞ് ഈ മുത്തഅല്ലിം എന്താക്കണം? ഉസ്താദിന് ആവശ്യമായ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അതാണ് ഒരു മുത്തഅല്ലിമിന്റെ ഹക്ക്. ഉസ്താദിന്റെ ഒരു കുപ്പായം തിരുമ്പേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു തുണി അലക്കി കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കുളിക്കാനും ലേശം വെള്ളം ചൂടാക്കി കൊടുക്കേണ്ടി വന്നു, ഉസ്താദ് വിളിക്കാൻ കാത്തു നിൽക്കരുത്. മുത്തഅല്ലിം സ്വയം മനസ്സറിഞ്ഞിട്ട് ഉസ്താദിന് ആവശ്യമായ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അതാണ് ഒരു മുത്തഅല്ലിമിന്റെ ഹക്ക്. അതേ സമയത്ത് പ്രിയമുള്ളവരെ, ഉസ്താദ് ഒരു മുത്തഅല്ലിമിനെ വിളിച്ചിട്ട് ഖിദ്മത്ത് ആവശ്യപ്പെട്ടാലോ, ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഖിദ്മത്ത് പിന്നെ ഈ മുത്തഅല്ലിമിനിക്ക് നിർബന്ധമായി പോയി. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. മറപ്പെട്ട് കിടക്കുന്ന ഉസ്താദിന് ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്ത ഒരുപാട് ശിഷ്യന്മാർ മൂപ്പര ശിഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ഈ പരിപാടിയിലുണ്ട്, ഈ സ്ഥാപനത്തിന്റെ ഖിദ്മത്തിലുണ്ട്. അതിന്റെ ബറക്കത്ത് അവർ കണ്ടിട്ടുണ്ട്, അവർ കാണുന്നുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ 3 വർഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് സാധുവായ ഞാൻ. അന്ന് പട്ടിക്കാട് കോളേജിന്റെ പ്രിൻസിപ്പാൾ ശൈഖുനാ കോട്ടുമല ഉസ്താദായിരുന്നു. കോട്ടുമല ഉസ്താദ് അടുത്ത് വഫാത്തായി പോയ ഇവിടെ മറപ്പെട്ടിടക്കുന്ന മഹാനായ ശൈഖുനാ സുഹൈൽ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളായ പ്രഗൽഭരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദുൽ അസാതീദ് എന്ന പേരിന് 100% അർഹനായ ശൈഖുനാ മഞ്ഞനാടി ഉസ്താദ്. മഞ്ഞനാടി ഉസ്താദിന്റെ ശരീക്കായിരുന്നു ശൈഖുനാ കോട്ടുമല ഉസ്താദ്. പ്രിയമുള്ളവരെ, 3 വർഷം പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വൈകുന്നേരം ശൈഖുനാ കോട്ടുമല ഉസ്താദ് റൂമിന്റെ പുറത്ത് ഒരു സ്റ്റൂള് വെച്ചിട്ടിരിക്കുകയാണ്. മൂപ്പർ താമസിക്കുന്ന റൂമിന്റെ പുറത്ത്, വൈകുന്നേരം അങ്ങനെ പുറത്തിരിക്കുമല്ലോ, ആ നിനക്ക് ഒരു സ്റ്റൂൾ വെച്ചിട്ട് റൂമിന്റെ പുറത്ത് മൂപ്പർ ഇരിക്കുന്ന സമയത്ത് മൂപ്പരെ മുമ്പിലൂടെ ഞാൻ അങ്ങോട്ട് നടന്നുപോയി. നടന്നു പോകുന്ന സമയത്ത് മൂപ്പർ എന്നെ വിളിച്ചു, ഏയ് ഇങ്ങ് വാ. ഞാൻ ആകെ പേടിച്ച് ബേജാറായിപ്പോയി. എന്റെ കൂട്ടുകാരെങ്കിലും പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ, നടപടി എടുക്കാൻ വിളിച്ചതാണോ എന്ന നിലക്ക് പേടിച്ചിട്ട് മെല്ലെ മെല്ലെ പോയി മൂപ്പരെ മുമ്പിലേക്ക് എത്തിയപ്പോ ശൈഖുനാ കോട്ടുമല ഉസ്താദ് ഈ വിനീതനോട് ആവശ്യപ്പെട്ടതെന്താ? ആ മലപ്പുറം ഭാഷയിൽ ഇജ്ജി എന്റെ ഒരു ബനിയൻ തിരുമ്പി തരുവോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
3 കൊല്ലത്തെ കോളേജ് ജീവിതത്തിൽ ശൈഖുന കോട്ടുമല ഉസ്താദിന്റെ ഒരു ബനിയൻ തിരുമ്പിക്കൊടുക്കാൻ എനിക്ക് കിട്ടിയ ആ ദിവസം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പെരുന്നാളായി ഞാൻ ഇന്നും ആഘോഷിക്കുകയാണ്. ചെറിയ സന്തോഷമല്ല. എന്നെ പോലത്തവർക്കൊന്നും മൂപ്പരെ ഖിദ്മത്ത് അവിടെ കിട്ടാറില്ല.